നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവളുമായിട്ട് നിനക്ക് എന്താണ് ഇടപാട്? രോഹിത്തെ, എനിക്ക് സംസാരിക്കാനുണ്ട്. നീ ആദ്യം പോളിൽ കൈയെടുക്ക്. ഇവിടെ വച്ച് ഇവളുടെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ നിനക്ക് തന്നെ നാണക്കേട്. പിന്നെ അടിച്ചു തീർക്കാനാണെങ്കിൽ കായബലത്തിൽ നിന്നേക്കാൾ അല്പം മുന്നിൽ ഞാനാ. പോരെങ്കിൽ നീ ആയുർവേദ ചികിത്സയുടെ പത്തിത്തിരി. ഇവിടെ ഇവളുടെ മുന്നിൽ കിടന്ന് ചുമ്മാ തല്ലുകൊള്ളണോ? നിനക്ക് കിട്ടുന്ന ഓരോ അടിയും എവളെ സന്തോഷിപ്പിക്കുകയുള്ളൂ. അത് വേണോ? നമുക്കേ കുറച്ചങ്ങോട്ട് മാറി നിൽക്കാം. സംസാരിക്കുന്ന ഇവിടെ കേൾക്കണ്ട. വാ വാ. ഭാര്യയെ ഒരു അന്യപുരുഷന്റെ കൂടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുന്ന ഒരു ഭർത്താവിന്റെ രോക്ഷപ്രകടനം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇവരുടെ പേരിൽ അത്രയ്ക്കൊക്കെ ആവശ്യമുണ്ടോ? നിന്നെ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് തള്ളിയിട്ടതും അടിവാര സെറ്റിൽമെന്റ് കോളനി വെച്ച് കൊല്ലാൻ ആളെ വിട്ടതുമൊക്കെ എവളാണെന്ന് ആരൊക്കെ വിശ്വസിച്ചില്ലെങ്കിലും അക്കാര്യമൊക്കെ നിനക്കറിയാം. അതിനു മുമ്പും പിൻപും നിന്നെ നിന്റെ അമ്മയ്ക്ക് കഷ്ടപ്പെടുത്തിയതും നിന്റെ അച്ഛൻ്റെ മരണത്തിന് കാരണം എവളാണെന്ന് നിനക്കറിയാം. പിന്നെ നിനക്ക് എന്തിനാടാ എവളെ? അവളെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. പക്ഷെ അവളുടെ സമ്മതം ഇല്ലാതെയാ അതെങ്കിൽ അത് വേറെ സീനാ. എടാ, പെണ്ണുങ്ങളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന നിയമമാണ് നമ്മുടേത്. കോടതിയിൽ ഇപ്പം നിൽക്കുന്ന കേസ് വരെ തിരിഞ്ഞേക്കാം. ഇപ്പം നിന്റെ അമ്മയെ പൂട്ടിയിട്ടില്ല അവൾ വീട്ടിൽ നിന്ന് ഓടിപ്പോന്നത്. ബലമായി പിടിച്ചുകൊണ്ടുപോയി നീ അവൾ അവിടെ നിർത്തിയ നിന്റെ അമ്മയെ തല്ലി കൊല്ലുക വരെ ചെയ്തെന്നിരിക്കും. എവളെ അതിനും മടിക്കില്ല. അതിന് പകരം അവള് ശിക്ഷിക്കപ്പെടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ സുസ്മിത സത്യഭാമയുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ. അതിന് പല കാരണങ്ങളുണ്ട്. രോഹിത്തിന്റെ പത്തി മടങ്ങി. ബാലേന്ദ്രൻ കണക്കിന് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കേസ് കഴിയുന്നത് വരെ ഇനി ഈ പൊട്ടനെ കബളിപ്പിച്ച് കഴിയാം. അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ സീനുണ്ടാക്കുക ചെല്ലി പോയി നന്നായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്ക്. ചെല്ലടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.